അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മൂൺ ലാമ്പാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബലൂണാണ്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും കുറച്ച് ഫെവിക്കോളുമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബലൂണിൽ കാറ്റ് നിറച്ചിട്ടുണ്ട്. ഇനി ഈ ടിഷ്യൂ പേപ്പർ ഇതേപോലെ ചെറിയ ഷേപ്പൊന്നും വേണ്ട കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇങ്ങനെ കുറച്ച് 2 ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഞാൻ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫെവിക്കോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, കാരണം ഇതിൽ പശ ഉണ്ടായാൽ പെട്ടെന്ന് ഒട്ടുമോ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കണുള്ളൂ. അത്ര മതി. ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇപ്പോൾ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പെയിൻറ്റ് ബ്രഷ് വേണം, കാരണം അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതാ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതാ ഈ ബലൂൺ എടുക്കുക, ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ. അതവിടെ നിന്നോളൂ കേട്ടോ. ഇത് പശയും വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് നിൽക്കും. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്ത് ഇത് ഫുള്ളാക്കണം. ഇതാക്കണ്ടോ, ഇങ്ങനെ ഫുള്ളാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ബലൂണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5-6 മണിക്കൂർ ഉണക്കാൻ വെക്കണം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ വേറെ ബലൂൺ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നലത്തെ കഥ ഒന്നും പറയണ്ട. ഈ ഫാൻ അങ്ങ് സഹകരിക്കുന്നില്ലേ എന്നോട്. ഫാൻ ഇടാതെ ചെയ്യാനും പറ്റില്ലേനു. ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്ലോപ്പ് ആവില്ല അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടിച്ച് നോക്കാം നമുക്ക്. അതായത് ഇങ്ങനെ ആയി വരും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് കണ്ടത് ഇങ്ങനെ ഒന്ന് ബലൂൺ ഷേപ്പിലാക്കി എടുക്കുക. ഇതാ ബലൂണുമ്മ ഒട്ടി പിടിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ആവണത്. ഇനി ഇവിടെയൊക്കെ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് ശരിയാക്കി കൊടുത്താൽ നമ്മുടെ ഇത് റൗണ്ടായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇവിടെ വേണമെങ്കിൽ കുറച്ച് പെയിൻറ്റ് നമുക്ക് കൊടുക്കുക. പെയിൻറ്റ് നമ്മൾ നന്നായിട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത്ര ഇച്ചിരി കൊടുക്കണുള്ളൂ. എല്ലായിടത്തേക്കും തന്നെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റ് വേണം. ഇപ്പോൾ ഒരു ഫോണിൻ്റെ ആണെങ്കിലും ടോർച്ചിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലൈറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഫോണും ടോർച്ചും എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാ നല്ലത് നോക്കാം. ഫസ്റ്റ് ഞാൻ ടോർച്ച് എടുത്തിട്ടാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ ഷാൾ കൊണ്ടൊക്കെ മൂടിയിട്ടുണ്ട്, ലൈറ്റൊക്കെ മൂടിയിട്ടുണ്ട്. ടോർച്ചെന്ന് വെച്ച് നോക്കാം. രസമുണ്ട് കേട്ടോ, സംഭവം കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ചും കൂടെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. എനിക്കിത് നല്ല ഇഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് ഫോൺ വെച്ചിട്ട് നോക്കാം. പിന്നെ നമുക്ക് നേരെ ചെയ്തെടുക്കാം. നേരെ ചെയ്ത് വെക്കാം. സാധനം അടിപൊളിയായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. മൂൺ ലാമ്പ് തന്നെ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവുമെന്ന്, പക്ഷേ ഫ്ലോപ്പ് ആയിട്ടില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ബൈ ബൈ. അസ്സലാമു അലൈക്കും.